രാഹുൽ പറയൂ, അവരെ വലിയ ബുദ്ധിമുട്ടിലാണ് അവിടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അവരെല്ലാവരും തന്നെ പ്രതികരിക്കുന്നുണ്ട്. വെളിച്ചമില്ല, നല്ല റോഡില്ല, സംവിധാനങ്ങളൊന്നുമില്ല. ഈ വനം വകുപ്പ് ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് സഹകരണമുണ്ടോ? ഞാൻ ഇവിടെയുള്ള ആളുകളോട് സംസാരിക്കുകയായിരുന്നു. ഇവർ കൊല്ലപ്പെട്ടവരുടെ ബന്ധു തന്നെയാണ്, തൊട്ടടുത്ത വീട്ടിലുള്ളവരാണ്. എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ജീവിതമൊക്കെ മുന്നോട്ട് പോകുന്നത്? സ്ഥിരമായി ആനകൾ ഈ വീട്ടുമുറ്റത്തൊക്കെ വരാറുണ്ടോ? വരാറുണ്ട്. വീട്ടുമുറ്റത്ത് ഇതിലെ കൂടി വരൂല, ആ കണ്ടത്തിൽ കൂടി അങ്ങോട്ട്, അതിലെ കൂടി, ആ റോഡിലെ കൂടി അങ്ങോട്ട് പോകും. ആ വീടിൻ്റെ ഇതിലെ കൂടിയാണ് റോഡ്, അതിലെ കൂടിയാണ് ഈ ആന പോകുന്നത്. നമ്മൾ ഇവിടുന്ന് അവരോട് വിളിച്ച് പറയാം. അവിടെ ഒരു അച്ചാച്ചനും അമ്മൂമ്മയാണ് നിൽക്കുന്നത്, ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. അവരോട് അച്ചാച്ചന് നടക്കാനൊന്നും പറ്റിയല്ല. എന്നാൽ ഞങ്ങൾ ഇവിടുന്ന് വിളിച്ച് പറയും. കറണ്ടെല്ലാം ഉണ്ട്, എന്നാലും അവരോട് നമ്മൾ വിളിച്ച് പറയും. അപ്പം അവർ പറയും നമ്മൾ ആനനെ കണ്ടു, എന്നിട്ട് അവർ വീടിൻ്റെ ഉള്ളിൽ കയറിക്കളയും ആനനെ കാണുമ്പോൾ. ഈ ആനയും മൃഗങ്ങളൊക്കെ വീടിനടുത്ത് വന്ന് വനം വകുപ്പിനെ അറിയിച്ച് അവർ സമയത്തിന് എത്താറുണ്ടോ? സമയത്ത് നിന്ന് എത്താറില്ല. നമ്മളത് കുറേ കഴിയുമ്പോൾ അവർ എത്തും. നമ്മൾ വിളിക്കുമ്പോൾ പറയും അവർ അങ്ങേടെങ്കിലും ദൂരമൊക്കെ ആയിരിക്കും സ്ഥലം പറയുക. എന്നിട്ട് ആന പോയി കഴിയുമ്പോൾ അവർ വരും വിളിക്കാൻ. വന്നിട്ട് നമ്മളോട് ചോദിക്കും ആന എവിടെയുള്ളത്. നമ്മൾ ഫോണിൽ വിളിക്കുമ്പോൾ അവർ പറയും പേര് പറഞ്ഞു കൊടുക്കണം, സ്ഥലം പറഞ്ഞു കൊടുക്കണം, നമ്മൾ എവിടെയുള്ളവരാണെന്ന് എല്ലാം അവരോട് പറഞ്ഞു കൊടുക്കണം, എന്നാലും അവർ വരും. ഈ അപ്പുറത്ത് ഈ അടുത്തടുത്ത വീടുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നതാണ്, അവിടെയുള്ള ആളുകളൊക്കെ അങ്ങോട്ട് പോയി. അവരവരെ നാട്ടിൽ പോയതാ. ആനനെ കൊണ്ട് ശല്യമായിട്ടാണ് അവർ പോയി. നമുക്ക് ഇവിടെ വെളിച്ചാൽ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മളിവിടെ താമസിക്കുന്നത്. ഇവരെല്ലാം സ്ഥലം കിട്ടിയതല്ലേ, അതുകൊണ്ട് അവിടെ ഒന്നും ആളില്ല. എല്ലാവരും മുരിങ്ങോടി എന്ന് പറയുന്ന സ്ഥലത്തിലുള്ളവരാണ് ആ സ്ഥലം കിട്ടിയത്. അവരെല്ലാം അവരെ നാട്ടിലേക്ക് പോയി. നാട്ടിൽ പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ വിട്ടുപോയോ? പോയി, ആനനെ കൊണ്ട് ശല്യമായിട്ട്. അതാണ് ഇവിടെ പുനരധിവസിക്കപ്പെട്ടിട്ട് ഒരു 10 വർഷത്തിലധികമായി. അന്ന് മുതൽ ഇന്ന് വരെ ഇതേ അവസ്ഥ തന്നെയാണോ? ഇതേ അവസ്ഥ തന്നെ. ആനമതിൽ കെട്ടെന്ന് പറഞ്ഞു പരിഹരിക്കാൻ, അതും ഒന്നും ആയില്ല അല്ലേ? അതും ആയില്ല. ആനമതിൽ കെട്ടുന്നുണ്ട് തോന്നുന്നു. അങ്ങോട്ടല്ലേ എത്തിയെന്നാ പറഞ്ഞു, 9 ബ്ലോക്കിൽ വരെ എത്തിയെന്നാ പറഞ്ഞു. ഇതുവരെ ആനനെ അവരെ ഓട്ടിച്ച് കയറ്റിട്ടില്ല ആനനെ. അല്ല അമ്മമ്മ, നിങ്ങളൊക്കെ എവിടുന്ന് ഇങ്ങോട്ടേക്ക് താമസമായി വന്നവരാ? എവിടുന്ന് വന്നല്ല, മോന്റെ വീട്ടിൽ വന്നതാ. ഇന്നലെ മോന്തി കഴിഞ്ഞാൽ വന്നു. ഇന്നലെ മോന്തി കഴിഞ്ഞാൽ വീട് വന്ന് ഈ വീരം കെട്ടി രണ്ടനിയത്തിനെ ആന കൊന്നു. മരിച്ചത് അനിയത്തിയാ? അനിയത്തി. ഈ വീരം കെട്ടിച്ചാൽ വന്ന പിള്ളേർ വിളിച്ചു അന്നേരം വന്നതാ. അത്ര നാടും എന്നിട്ട് മനസ്സിലാവും പുള്ള കുച്ചെന്ന് പറയും. രക്ഷയില്ലാത്ത സ്ഥിതിയാണല്ലേ? ഇത് മരിച്ച ആളുടെ മൂത്ത സഹോദരിയാണ്. ഇന്നലെ വിവരറിഞ്ഞ് സ്ഥലത്തേക്ക് വന്നുകൂടിയാണ്. ഇത് മരിച്ച ഇവിടെ വെച്ച് കഴിഞ്ഞാല് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പകല് നോക്കാനും രാത്രി നോക്കാനും ഡ്യൂട്ടിക്ക് ഇറക്കിയിട്ടുണ്ട്. ഇവര് നോക്കൂല. ഇവര് വന്ന് ഞങ്ങൾ ഇവിടെ ഒച്ചപ്പാട് ആന വരുമ്പോൾ ഒച്ചപ്പാട് കേൾക്കുമ്പോൾ ഇവര് വന്നിട്ട് 2 പടക്കം പൊട്ടിയിട്ട് അപ്പുറത്തെ പറമ്പിലേക്ക് വിടും. എന്നിട്ട് കുറച്ചു നേരം ഇവിടെ നിന്നിട്ട്